ഇസ്രായേൽ ഇറാൻ യുദ്ധം മുറുകുമ്പോൾ ഇസ്രായേൽ അടിയെ തുടർന്ന് ഫോർദോ ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് സാരമായ കേടുപാടുകൾ മാത്രമേ എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഫോർദോ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലാണ് ഇറാൻ ആണവായുധത്തിനുള്ള യുറാനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇസ്രായേൽ അടിച്ചിരിക്കുന്നത്. എന്നാലും വളരെ ചുരുങ്ങിയ ഡാമേജുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആണവായുധത്തിന്റെ പ്രധാന ഭാഗങ്ങൾ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ തെല്ലവീവിലേക്ക് വെറും മിസൈലല്ല, 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ ആണ് ടെല്ലവീവിലേക്ക് വിട്ടിരിക്കുന്നത്. അതിഭീകരമെന്ന് പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് വെള്ളിയാഴ്ച ബാലിസ്റ്റിക് മിസൈൽ വിട്ടുവല്ലോ. അതോടെ ഇറാൻ നിർത്തിയെന്ന് കരുതേണ്ട, അംഗം തുടങ്ങിയെന്ന് ഇറാൻ ഇവിടെ പറയുകയാണ്. ഇറാന്റെ മുതിർന്ന മിലിറ്ററി ഒഫീഷ്യൽസ് പറയുന്നത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങളിലും ഇറാൻ അടിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. അടുത്ത നിമിഷം ഉച്ചയോടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇറാനിലെ ലക്ഷ്യങ്ങൾ നോക്കി അടിക്കാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ യുദ്ധം തുടങ്ങാൻ കാരണക്കാർ ഇറാന്റെ ആണവായുധ വെറിയാണെന്നും ഇറാൻ കാണിച്ചു തന്നു യുദ്ധം എങ്ങനെ വേണമെന്ന്. ഇനി അതനുസരിച്ച് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ടെഹ്റാന്റെ ടാർഗറ്റ് നോക്കി അടിക്കാൻ പോവുകയാണെന്ന് IDFന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് കേണൽ ഇയാൽ സമീർ പറഞ്ഞിരിക്കുന്നു. ഇറാന്റെ ഇസ്രായേലിനോടുള്ള തിരിച്ചടിയിൽ ഇസ്രായേലിൽ 3 സിവിലിയൻസ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇസ്രായേലിന്റെ IDF മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സ് ഇറാന് താക്കീത് കൊടുത്ത് രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ വിട്ട ഇറാന്റെ ടെഹ്റൈൻ നിന്ന് കത്തും. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും സിവിലിയൻ ആക്രമണം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനയാണ്. ഇറാൻ ഇസ്രായേൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ ഇത്തരം പ്രസ്താവനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US ഡിപ്ലോമാറ്റ് മക്കോയി പിറ്റ് ഇറാന് താക്കീത് കൊടുത്തിരിക്കുന്നു. അമേരിക്കൻ പൗരന്മാരെയോ സൈനിക താവളങ്ങളെയോ മറ്റ് അമേരിക്കൻ ഇൻഫ്രാസ്ട്രക്ചറെയോ തൊട്ടാൽ ആ തൊടുന്ന കൈ വെട്ടുമെന്ന് അമേരിക്ക. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വേട്ടയെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രായേലിന് വൻ ഭീഷണിയായിരിക്കുന്നു. പ്രൊജക്ടൈൽസ് മറ്റൊരു ഇറാന്റെ രീതിയാണെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനെ അല്ല ആക്രമിക്കുന്നത്, അത്തരം ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാന്റെ കഴിവ് ഇസ്രായേൽ ഉന്മൂലനം ചെയ്യുമെന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നു.